നമസ്കാരം. പാമന്റെ ഗീത എന്ന ശീർഷകത്തിലുള്ള ഈ ഭഗവത്ഗീത ജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ 35ാമത് ദിവസത്തിലേക്ക് എല്ലാവരെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 31ാമത് ശ്ലോകം. പോകാം ശ്ലോകത്തിലേക്ക്. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. അല്ലയോ കൃഷ്ണ, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല, ഞാൻ രാജ്യമോ വിഷയസുഖങ്ങളോ ആഗ്രഹിക്കുന്നില്ല. അല്ലയോ ഗോവിന്ദ, രാജ്യം കൊണ്ട് എന്താണ് പ്രയോജനം? ഭൗതിക സുഖങ്ങളും ഈ ജീവിതം കൊണ്ട് തന്നെയും എന്താണ് കാര്യം? യുദ്ധം ചെയ്യാനെത്തിയ അർജുനൻ ഇപ്പോൾ പറയുന്നത് നേട്ടം വേണ്ട, നാട് വേണ്ട, ലൗകിക സുഖങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്നാണ്. മാത്രമല്ല, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നും അദ്ദേഹം ചോദിക്കുന്നു. വിജയം ആഗ്രഹിക്കുന്നില്ല എന്ന് അർജുനൻ പറയുന്നത് അത്ര വിശ്വസനീയമല്ല. കർത്തവ്യങ്ങൾ നിർവഹിച്ച് ധർമ്മം പുലർത്തണമെന്ന് മനസ്സിലാക്കി വിജയിക്കാൻ തന്നെയാണ് അദ്ദേഹം തയ്യാറെടുത്ത് ഈ യുദ്ധഭൂമിയിൽ വന്നിട്ടുള്ളത്. രാജ്യം കൊണ്ടും ഭോഗം കൊണ്ടും വിഷയസുഖാനുഭവങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും എന്താണ് പ്രയോജനം എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. അതിൻ്റെ പിന്നിൽ സ്വജനങ്ങളോടുള്ള അതിര് കടന്ന മമത കാരണം തകർന്ന അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ തന്നെയാണ് ഉള്ളത്. യുദ്ധഭൂമിയിൽ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഇരുഭാഗത്തുമായി കണ്ടപ്പോൾ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓർത്ത് സ്വജനങ്ങളെ കൊന്നിട്ട് ഒരു നന്മയും വേണ്ട എന്ന് പറയുന്ന അർജുനന്റെ മനസ്സിന്റെ സമനില തെറ്റിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാനസിക സമനില തെറ്റുമ്പോൾ പതറിപ്പോയ മനസ്സിന്റെ ഉടമ എന്താണോ മനസ്സിലുള്ളത് അതിൻ്റെ വിപരീതമായത് വിളിച്ചു പറയും. അർജുനനും ഏതാണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അർജുനനെ ബാധിച്ചിരിക്കുന്ന വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാണിതെന്നും ഗീതോപദേശമാണ് ഇതിനുള്ള ഫലപ്രദമായ ചികിത്സയെന്നും സ്വാമി ചിന്മയാനന്ദൻ പറയുന്നു എന്ന് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ഗീതാ വ്യാഖ്യാതാക്കളും ഏതാണ്ട് ഇതേ രീതിയിലുള്ള ചിന്താധാരയാണ് പ്രകടമാക്കിയിട്ടുള്ളത്. എന്നാൽ ഗുരു നിത്യചൈതന്യ യതി ഈ വിഷയത്തിൽ അല്പം വ്യത്യസ്തമായി ചിന്തിച്ചിട്ടുണ്ട്. വ്യാസന്റെ ഏറ്റവും മഹത്തായ പാത്ര സൃഷ്ടികളിൽ ഒന്നാണ് അർജുനൻ എന്ന ഉത്തമനായ മഹാപുരുഷനെന്നും അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ജീവിതത്തെയും ധനത്തെയും നിരർത്ഥകമായി കാണുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുമാണ് യതി പറയുന്നത്. ത്യാഗം, വൈരാഗ്യം തുടങ്ങിയ ആധ്യാത്മിക മൂല്യങ്ങളാണ് അതിനേക്കാളുമൊക്കെ ഉപരിയായുള്ളത് എന്ന് ചിന്തിക്കുന്ന അർജുനനെ കേവലം ബുദ്ധിഭ്രമം ബാധിച്ചവനെന്നും ഭീരുവെന്നും ചപല ബുദ്ധിയെന്നും വ്യാഖ്യാനിക്കുന്നതിനോട് നിത്യചൈതന്യ യതി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവും സ്നേഹവും തമ്മിലൊരു മത്സരം നടക്കുകയാണെങ്കിൽ സ്നേഹം സത്യത്തിന് മുകളിൽ വിജയം സ്ഥാപിക്കുമെന്നാണ് അർജുനന്റെ മാനസികാവസ്ഥയെ വിശകലനം ചെയ്തുകൊണ്ട് ഗുരുദേവ് ശ്രീ രവിശങ്കർ പറയുന്നത്. അർജുനന് സത്യമറിയാം, പക്ഷെ അത് ഉൾക്കൊള്ളാൻ സ്വജനങ്ങളോടുള്ള സ്നേഹം അനുവദിക്കുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ, നമ്മുടെ ഹൃദയം സത്യത്തിനൊപ്പം നിൽക്കാതെ വരുമ്പോൾ, ആ ദൗർബല്യം മറയ്ക്കാനായി നമ്മൾ വലിയ വാക്കുകളും വാചകങ്ങളും തത്വജ്ഞാനവും ഒക്കെ പ്രയോഗിക്കും. ഇവിടെ അർജുനൻ വലിയ പണ്ഡിതനും എല്ലാം അറിയുന്നവനും തത്വജ്ഞാനിയുമെന്ന മട്ടിൽ വലിയ വാക്കുകൾ വിളമ്പുന്നത് ഭഗവാനോടാണ്, അദ്ദേഹത്തെ വെറുമൊരു സുഹൃത്തായി മാത്രം കണ്ടുകൊണ്ട്. ജീവിതത്തിൽ പലരും പല സത്യങ്ങളും പറയാതിരിക്കുന്നത് സ്നേഹം നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ടാണെന്നും ഗുരുദേവ് സാന്ദർഭികമായി പറയുന്നുണ്ട്. നമുക്കിനി ഇന്നത്തെ ഈ 31ാമത്തെ ശ്ലോകത്തിലെ ചില പ്രധാനപ്പെട്ട പദങ്ങളും വാചകങ്ങളും ഒക്കെ അർത്ഥം പരിശോധിക്കാം. ന കാംക്ഷേ വിജയം, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. ന ച രാജ്യം സുഖാനി ച, രാജ്യവും സുഖവും ഞാൻ ഇച്ഛിക്കുന്നില്ല.
കിംനോ രാജ്യേന, രാജ്യം കൊണ്ട് എന്ത് നേടാനാണ്? കിം ഭോഗൈർ ജീവിതേനവ, ഭോഗം കൊണ്ടും ജീവിതം കൊണ്ടും എന്താണ് പ്രയോജനം? ഇപ്പോൾ അർത്ഥങ്ങളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി മനസ്സിരുത്തി നമ്മുടെ ഈ 31ാമത്തെ ശ്ലോകം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാരായണം ചെയ്യാം. എല്ലാവരും തയ്യാറെടുത്തു എന്ന് കരുതുന്നു. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വ. നന്ദി, നമസ്കാരം.